6 എപ്പിസോഡ് കഴിഞ്ഞ് നിങ്ങൾ കണ്ടിരിക്കുന്നതിന് വളരെ സന്തോഷമെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ ഇന്ത്യൻ ഗാട്ട ഗുസ്തിയും ഫ്രീ സ്റ്റൈലിനെ സംബന്ധിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു. ഗ്രീക്ക് റോമനും ഇന്ത്യൻ സ്റ്റൈൽ എന്താണെന്നുള്ളത് നിങ്ങളോട് അറിയിക്കുകയാണ്. ഗ്രീക്ക് റോമൻ ഗുസ്തി എന്ന് പറഞ്ഞാൽ ഫ്രീ സ്റ്റൈലിൻ്റെ തന്നെ റൂൾസും റെഗുലേഷൻസും ഒരേപോലെ ഉണ്ട്. 3 മിനിറ്റ് ബൗട്ട്, 10 കാറ്റഗറി, ബോഡി വെയ്റ്റ്, ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ എന്നീ കാറ്റഗറിയിൽ അപ്പർ പാർട്ടിനെ മാത്രമേ പിടിക്കാവൂ. അരക്ക് കീഴ്പാട്ട് തൊടാൻ പാടില്ല. അരക്ക് കീഴ്പാട്ട് കാലുമേ പിടിച്ചു കഴിഞ്ഞാൽ 1 പോയിന്റ് നഷ്ടപ്പെടും നിങ്ങൾക്ക്. അതാണ് ഗ്രീക്കോ റോമൻ. അതായത് കഴുത്തുമായിട്ടുള്ള ബന്ധം സ്റ്റാൻഡിങ് ടെക്നിക്ക് ചെയ്യുന്നതാണ്. അതാണ് ഗ്രീക്കോ റോമൻ. ഇനി ഇന്ത്യൻ സ്റ്റൈൽ. ഇന്ത്യൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഗാട്ട ഗുസ്തിയുടെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള മണലിലാണ് ഇന്ത്യൻ സ്റ്റൈൽ ഗുസ്തി മത്സരം. അതിൽ ഗാട്ട ഗുസ്തിയുടെ ഷഡ്ഡി, ലങ്കോട്ടി ഷഡ്ഡിങ് ആയിരിക്കണം അതിൻ്റെ യൂണിഫോം. ഫ്രീ സ്റ്റൈലിൽ സിംഗ്ലറ്റാണ്, ഗാട്ട ഗുസ്തിയിൽ ഷഡ്ഡിയാണ്. ഇന്ത്യൻ സ്റ്റൈലിൽ 10 കാറ്റഗറിയും 3 മിനിറ്റും 6 മിനിറ്റും ബൗട്ട് സമയം, 10 കാറ്റഗറി 7 മത്സരങ്ങൾ. ഫ്രീ സ്റ്റൈലിൻ്റെ തന്നെ സമയപരിധികൾ ആ വ്യത്യാസമുള്ള മണലിലാണ് ജഡ്ഡിമേ പിടിച്ച് ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ കേരളത്തിലാരും ജഡ്ഡിമേ പിടിച്ച് ടെക്നിക്ക് ചെയ്യുന്നില്ല. അറിയാൻ പാടിഞ്ഞിട്ടാണ് ഇന്ത്യൻ സ്റ്റൈലിൽ. ഇന്ത്യൻ സ്റ്റൈലിൽ പറഞ്ഞാൽ ജഡ്ഡിമേ പിടിച്ച് പൊക്കി അടിക്കാനുള്ള ഗാട്ട ഗുസ്തിയുടെ മാതിരി തന്നെ ഇന്ത്യൻ സ്റ്റൈലിൽ പിടിക്കാം. ഇതാരും ചെയ്യുന്നില്ല. എങ്കിലും നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ പറയുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ വെളിയിൽ ആന്റണി ഫൈൽമാൻ്റെയും നീഗ്രോ അനീഫയുടെയും 1962 നോട്ടീസ്, ഗുസ്തി മത്സരത്തിൻ്റെ ഫോട്ടോയും നോട്ടീസും ഉടനെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നടക്കാൻ പോകുന്ന ബൗട്ടിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. രണ്ടുപേരും മത്സരിക്കുമ്പോൾ പുറകിലുള്ള ഗുസ്തിക്കാരൻ മുമ്പിലത്തെ ആളുടെ കൈ എടുത്ത് മലർത്താൻ ശ്രമിക്കുമ്പോൾ മുമ്പിലത്തെ ആളുടെ കൈ തട്ടി അടിച്ചു വയ്ക്കുന്നു. ഓക്കെ, ഇരിക്കുന്ന ഗുസ്തിക്കാരനെ അടിക്കുവാൻ വേണ്ടി പുറകിലുള്ള ഫൈൽവാൻ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മുമ്പിലത്തെ ആൾക്ക് ഇടതുകാൽ നീട്ടി ബട്ടക്സ് തിരിഞ്ഞു പുറകിലത്തെ ഫൈൽവാനെ അടിച്ചു വയ്ക്കുന്നു. മുമ്പിലത്തെ ആള് കാൽ നീട്ടി പുറകിലത്തെ ആളെ മലർത്തി അടിക്കുക, കഴുത്തെടുത്ത് മലർത്തി വെക്കുന്നു.